കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തെ ഫലം നമ്മൾ നോക്കുമ്പോൾ ചിങ്ങക്കൂറുകാരുടെ ഫലം വളരെ ഗുണകരവും ചില കാര്യങ്ങളിൽ ദോഷകരവുമായി കാണുന്നുണ്ട്. മകം, പൂരം, ഉത്രത്തിൽ കാല് എന്നീ നക്ഷത്രങ്ങൾ ആണ് ചിങ്ങക്കൂറിൽ വരുന്നത്. മകം നക്ഷത്രക്കാർ തൊഴിൽപരമായി ശോഭിക്കുന്നതാണ്. എന്നാൽ അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അസ്ഥിയുമായി ബന്ധപ്പെടുന്ന പല വിധത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. സ്വജനങ്ങളുമായിട്ട് കലഹമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ശോഭിക്കും. മകം നക്ഷത്രക്കാർ ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, വ്യാപാരം ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കെല്ലാം കാര്യങ്ങൾ ശുഭകരമായി ഭവിക്കും. സഹായികളുണ്ടെങ്കിൽ അവരുടെ പ്രവൃത്തികളും നമുക്ക് അനുകൂലമായിട്ട് ഈ മകം നക്ഷത്രക്കാർക്ക് അനുകൂലമായി വരുന്നതാണ്. നേത്ര സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ കുറച്ച് സൂക്ഷിക്കേണ്ടതാണ്. അഭിപ്രായ ഭിന്നത വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ സാമൂഹ്യ വിഷയങ്ങളിലുമെല്ലാം പണം ഉപയോഗിക്കുന്നുവെങ്കിൽ അതൊക്കെ കുറച്ചൊരു തിരിച്ചടിയായി വരാൻ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളും ദാനധർമ്മങ്ങളും എല്ലാം ഉചിതമായിട്ടാണോ ചെയ്യാൻ പോകുന്നതെന്ന് ചിന്തിച്ചിട്ട് മാത്രം പൈസ മുടക്കേണ്ടതാണ്, കാശ് മുടക്കേണ്ടതാണ്. ചിലപ്പോൾ ശുഭകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യുന്നതാവാം, ചിലപ്പോൾ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ സ്വജനങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ സാമ്പത്തിക സഹായം ചെയ്യുന്നതാകാം. ഇതെല്ലാം തന്നെയും വളരെ ശ്രദ്ധയോടെ ആലോചിച്ച് ചെയ്തില്ലെങ്കിൽ അതൊക്കെ നഷ്ടമായി തീരുന്നതാണ്. ചിങ്ങക്കൂറുകാരിൽ പൂരം നക്ഷത്രക്കാർക്ക് വളരെയേറെ ശുഭകരമായ സമയമാണ്. അവാർഡുകൾ, പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ബഹുമതികളും എല്ലാം ലഭിക്കാൻ പറ്റിയ സമയമാണ്. പക്ഷേ ആത്മാർത്ഥത വർദ്ധിച്ചിട്ട് ദേഷ്യഭാവം വർദ്ധിക്കാനും കഠിനമായി സംസാരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് താക്കീതുകളോ ശിക്ഷകളോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള പിഴവുകൾ സംഭവിക്കരുത്. ആത്മാർത്ഥതയും ഉഗ്രമായ പരിശ്രമവും വർദ്ധിച്ചിട്ട് അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയുണ്ട്. പൊതുവെ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. വിലയേറിയ വസ്തുക്കൾ പലതും കൈമോശം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഭവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. കുടുംബാംഗങ്ങൾ എന്നിവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. പലപ്പോഴും കുടുംബത്തിലെ കാര്യങ്ങളിൽ ഒരു താളപ്പിഴ സംഭവിച്ചു കൂടായികയില്ല. അങ്ങനെ വരാൻ സാധ്യത ഒത്തിരിയുണ്ട്. അവരുടെ കാര്യങ്ങളിൽ ഭാര്യ, മാതാപിതാക്കൾ, കുട്ടികൾ ഇങ്ങനെയുള്ളവരുടെ എല്ലാം കാര്യങ്ങളിൽ വീണ്ടും വണ്ണം ഇടപെടുന്നില്ല എന്നൊക്കെയുള്ള തോന്നലുകൾ വരാൻ സാധ്യതയുണ്ട് അവർക്കൊക്കെ. അത് നിമിത്തമുള്ള മനക്ലേശങ്ങൾ സംഭവിക്കാം. കാരണം ഇക്കാലയളവ് ഉന്നതമായ തൊഴിൽ ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് പൂരം നക്ഷത്രത്തിലെ ഉന്നതമായ തൊഴിൽ ചെയ്യുന്നവരായ ആളുകളുണ്ടെങ്കിൽ, അല്ലാത്ത ജോലിയാണെങ്കിലും അവർക്കൊക്കെ കൂടുതൽ തൊഴിൽപരമായ പരിശ്രമവും ആത്മാർത്ഥതയും ഇടപെടലും വർദ്ധിച്ചിട്ട് അതിനുള്ള സാഹചര്യവും വരും. വർദ്ധിച്ചിട്ട് കുടുംബ വിഷയങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് തോന്നാം. അങ്ങനെ അത് നിമിത്തമുള്ള താളപ്പിഴകൾ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ചിങ്ങക്കൂറിലുള്ള ഉത്തരത്തിൽ കാലുകാർക്ക് വളരെയേറെ ഗുണകരമായ സമയമാണ്. അവർക്ക് തൊഴിൽപരമായ ഉയർച്ചയുണ്ടാകും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഗുണം, വിദേശ വിഷയങ്ങളിൽ ഇടപെടുന്നവർക്ക് ഗുണം, ഇങ്ങനെയെല്ലാം കാണുന്നു. നയതന്ത്ര ഉദ്യോഗസ്ഥരായിരിക്കുന്ന ഉത്തരത്തിൽ കാലുകാരുണ്ടെങ്കിൽ അവർക്ക് വളരെയേറെ പ്രവർത്തിക്കാൻ പറ്റിയ സമയമാണ്. അംഗീകാരം നേടിയെടുക്കാൻ പറ്റിയ സമയമാണ്. അവരുടെ പ്രത്യേകതകൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ അറിയപ്പെടാൻ സാധ്യത ഉള്ള ഒരു കാലയളവാണ്. എങ്കിലും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. കഴുത്ത്, തല മുതലായ അവയവങ്ങൾക്ക്, എന്നുവെച്ചാൽ ഊർധ്വാംഗങ്ങൾക്ക്, കഴുത്തിന് മുകളിലേക്കുള്ള അവയവങ്ങളെയാണ് ഊർധ്വാംഗങ്ങളെന്ന് വിളിക്കുന്നത്. അപ്പോൾ കഴുത്തും അതിന് മുകളിലേക്കുള്ള ഊർധ്വാംഗങ്ങൾക്കും രോഗക്ലേശം വരാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. പിന്നെ ഈ നക്ഷത്രത്തിലുള്ള സ്പിരിച്വൽ ലീഡേഴ്സ് ഉണ്ടെങ്കിൽ, ആത്മീയ പ്രവർത്തകരുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഗുണകരമായി ശോഭിക്കാൻ പറ്റിയ സമയമാണ്. തത്വാധിഷ്ഠിതമായ കാര്യങ്ങൾ പറഞ്ഞ് ശോഭിക്കാൻ പറ്റിയ സമയമാണ്. ദാർശനിക വിഷയങ്ങൾ, തത്വാധിഷ്ഠിതം എന്ന് പറഞ്ഞാൽ ദാർശനിക തലത്തിൽ ഇടപെടുന്നവരുണ്ടെങ്കിൽ അവരെല്ലാം ഈ കാലയളവിൽ ശോഭിക്കുന്നതാണ്. പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് ജോലിക്ക് ശ്രമിച്ചാൽ കൂടുതൽ ഉയർച്ചയിലേക്ക് എത്താൻ പറ്റിയ സമയമാണ്. ഉയർന്ന തസ്തികയിലേക്കുള്ള സ്ഥാനക്കയറ്റം, വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അക്കാര്യം സാധിക്കും. പരദേശങ്ങളിലൂടെ പല വിധത്തിലുള്ള ക്രയവിക്രയങ്ങൾ അഥവാ വ്യാപാരങ്ങൾ നടത്തി വിജയിക്കാൻ ശ്രമിക്കുന്നവർക്ക് അതെല്ലാം അനുകൂലമായി തീരുന്ന സമയം കൂടിയാണ്.